ടോപ്പ് ട്യൂഷൻ അവതരിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് ബുക്കിൽ വരുന്ന 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസിലെ റിവിഷൻ ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ: In all rectangles with one side 1 centimeter less than other, denote the length of the shorter side as x centimeter. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് പറയുന്നത് മറ്റേ സൈഡിനേക്കാളും 1 സെൻറ്റിമീറ്റർ കുറവാണ്. പക്ഷെ ഇവിടെ ഒന്നും കൂടി പറയുന്നുണ്ട്, ഒരു സൈഡ് അതായത് ഷോർട്ടർ സൈഡിന് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് denote their perimeters as p of x centimeters and write the relation between x and p of x as an equation. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്ററിനെ p of x എന്നാക്കി ഡിനോട്ട് ചെയ്തതിന് ശേഷം എക്സിനും p of xനും തമ്മിലുള്ള റിലേഷന് ഇക്വേഷനായിട്ട് എഴുതാനാണ്. അപ്പോൾ രണ്ടാമത് പറയുന്നത് denote their areas as a of x square centimeters and write the relation between x and ax as an equation. അപ്പോൾ സെക്കൻഡ് പറയുന്നത് അവരുടെ ഏരിയ വന്നിട്ട് എ ഓഫ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ട് എക്സും എ ഓഫ് എക്സും തമ്മിലുള്ള റിലേഷന് ഇക്വേഷനായിട്ട് എഴുതാനാണ്. മൂന്നാമത് പറയുന്നത് കമ്പ്യൂട്ട് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4 ആൻഡ് പി ഓഫ് 5. ഡു യു സി എനി പാറ്റേൺ? അപ്പം നമുക്ക് പെരിമീറ്റർ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് പി ഓഫ് 1ഉം പി ഓഫ് 2ഉം പി ഓഫ് 3ഉം പി ഓഫ് 4ഉം പി ഓഫ് 5ഉം കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പാറ്റേണിൽ എങ്ങനെ വരുന്നെന്നും കൂടി നമുക്ക് പറയണം. നാലാമത് പറയുന്നത് കമ്പ്യൂട്ട് എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4, എ ഓഫ് 5. ഡു യു സി എനി പാറ്റേൺ? അതായത് ഏരിയ നമ്മൾ എ ഓഫ് എക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എ ഓഫ് 1ഉം എ ഓഫ് 2ഉം എ ഓഫ് 3, എ ഓഫ് 4, എ ഓഫ് 5 കണ്ടുപിടിച്ചിട്ട് ആ ഒരു പാറ്റേണിൽ എന്താണ് സാമ്യമുള്ളതെന്ന് അല്ലെ ആ പാറ്റേൺ എങ്ങനെ വരുന്നതെന്ന് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഷോർട്ടർ സൈഡ് പറയുന്നത് എക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടർ സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും. അതായത് 1 സെൻറ്റിമീറ്റർ കുറവാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും 1 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും വലിയ സൈഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം പി ഓഫ് എക്സും എക്സിൻ്റെ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സൈഡ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മുടെ ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത് പറയുന്നത് എക്സ് ആയി കൊടുത്തു. ലെങ്ത് ഓഫ് ദ ലാർജർ സൈഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ 4 സൈഡും ആഡ് ചെയ്താൽ മതി പെരിമീറ്റർ കിട്ടാൻ. അപ്പോൾ അതായത് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പറയുന്നത് 4x ആണ്. പിന്നെ പ്ലസ് 1 പറയുന്നത് പ്ലസ് 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് 4x പ്ലസ് 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. അതായത് പെരിമീറ്റർ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞു? പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് 2 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഏരിയയും അതായത് എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏരിയ പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യുക വേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ഇൻറ്റു എക്സ് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് 1 ഇൻറ്റു എക്സ് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയനെ നമ്മൾ എ ഓഫ് എക്സ് ആയി ഡിനോട്ട് ചെയ്തു, ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അപ്പോൾ ഇതാണ് എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ പി ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ കമ്പ്യൂട്ട് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4 പി ഓഫ് 5. അപ്പോൾ അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4, പി ഓഫ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് 2 ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ പി ഓഫ് 1 ആണെങ്കിൽ 1 ഇടുക, 2 ആണെങ്കിൽ 2 ഇടുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ പി ഓഫ് 1 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 4 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടു, പ്ലസ് 2 ഈക്വൽ ടു 4 പ്ലസ് 2 ഈക്വൽ ടു 6. അതുപോലെ തന്നെ പി ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്ത 4 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടു, പ്ലസ് 2 ഈക്വൽ ടു 8 പ്ലസ് 2 ഈക്വൽ ടു 10. അതുപോലെ പി ഓഫ് 3 കണ്ടുപിടിക്കുക, 14, പി ഓഫ് 4 18, അതുപോലെ പി ഓഫ് 5 പറയുന്നത് 22. ഇനി ഈ നമുക്ക് കാണുന്ന പാറ്റേൺ ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ these are numbers starting with 6 and 4 adding each time. അപ്പോൾ ഇതിൽ 6 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം 4 ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സാണ്. അത് ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. അതായത് 6ൽ സ്റ്റാർട്ട് ചെയ്തു 6 പ്ലസ് 4 10, 10 പ്ലസ് 4 14, 14 പ്ലസ് 4 18, 18 പ്ലസ് 4 22. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ അവിടെ കണ്ടുപിടിക്കുന്നത് A1, A2, A3, A4, A5 ആണ്. അപ്പോൾ A നമുക്കറിയാം, A ഓഫ് എക്സ് എന്താണെന്ന് അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ 1 ഇട്ടിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതുപോലെ 2 ഇടാം, 3 ഇടാം. അപ്പോൾ നമുക്ക് A ഓഫ് 1 ആദ്യം നോക്കാം. അപ്പോൾ A ഓഫ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ അവിടെ 1 സ്ക്വയർ പ്ലസ് എക്സ് പറയുന്നത് 1. 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ A ഓഫ് 2 പറയുന്നത് 2 സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 4 പ്ലസ് 2 ഈക്വൽ ടു 6. അങ്ങനെ A3 പറയുന്നത് 12, A4 പറയുന്നത് 20, A5 പറയുന്നത് 30. ഇനി ഇതിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് നോക്കേണ്ടത്. These are numbers got on adding consecutive even numbers. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ നമ്പേഴ്സ് കിട്ടുന്നത്. അതായത് 2ൻ്റെ നെക്സ്റ്റ് ഈവൻ നമ്പർ പറയുന്നത് 4 ആണ്. അപ്പോൾ 2 പ്ലസ് 4 6. ഇനി 4 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈവൻ നമ്പർ എത്രയാണ് 6 ആണ്. അപ്പോൾ 6 പ്ലസ് 6 12. ഇനി 12 കൂടെ 6 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഈവൻ നമ്പർ 8 ആണ്. അത് ആഡ് ചെയ്ത് 20. ഇനി 20 കൂടെ നെക്സ്റ്റ് ഈവൻ നമ്പർ 10 ആണ്. ആഡ് ചെയ്ത് 30. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. Question. From the four corners of a rectangle, small squares of the same size are cut off and tabs are raised to make a box as in the picture. Denote the length of the sides of the square as x centimeter and write the length of the three edges of the box in terms of x. Denote the volume of the box as V of x cubic centimeter and write the relation between x and V of x as an equation. ഇപ്പോൾ നമ്മൾ കാണുന്ന ഫിഗറിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡിൽ നിന്നും ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റ് 3 സൈഡും ഇൻ ടേംസ് ഓഫ് എക്സിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വോളിയം, ഈ ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. അതും കൂടാതെ തന്നെ എക്സിൻ്റെയും വോളിയം ഓഫ് എക്സിൻ്റെയും തമ്മിലുള്ള റിലേഷനും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: let the sides of the cut off square is x centimeter. നമ്മൾ കട്ട് ചെയ്ത ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് പറയുന്നത് x സെൻറ്റിമീറ്റർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 സൈഡും അത് കട്ട് ചെയ്തെടുക്കുന്നത്, ആ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് പറയാൻ. അപ്പോൾ 2x ആണ് അവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ബോക്സും അതുപോലെ ബ്രെഡ്ത്തും ഹൈറ്റും ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ മൊത്തം സെൻറ്റിമീറ്റർ പറയുന്നത് 7 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു എക്സ് വാല്യൂയും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ 7 മൈനസ് എക്സ് 7 സെൻറ്റിമീറ്ററിൽ നിന്ന് ഈ ഒരു എക്സും മൈനസ് ചെയ്തു. അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7 മൈനസ് എക്സും മൈനസ് 2x ആണ് അതവിടെ എഴുതിയത്. 7 മൈനസ് 2x സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് പറയുന്നത് ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് ഈ ഒരു എക്സും മൈനസ് ചെയ്യണം. അപ്പോൾ 5 മൈനസ് എക്സ് ഈക്വൽ ടു 5 മൈനസ് എക്സ് മൈനസ് 2x സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഹൈറ്റ് പറയുന്നത് നമുക്ക് ഈ ഇത് വാല്യൂ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3 സൈഡും എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഹൈറ്റ് ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റും കണ്ടുപിടിച്ചു. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം വോളിയം ഓഫ് ദ ബോക്സ് പറയുന്നത് വി ഓഫ് എക്സ് ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് എക്സ് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 7 മൈനസ് 2x ഇൻറ്റു 5 മൈനസ് 2x ഇൻറ്റു എക്സ്, അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 35 മൈനസ് 14x മൈനസ് 10x പ്ലസ് 4x സ്ക്വയർ എക്സ് സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4x സ്ക്വയർ മൈനസ് 24x പ്ലസ് 35 ഇൻറ്റു എക്സ് കിട്ടി. അപ്പോൾ വോളിയം അറിയുന്നത് 4x ക്യൂബ് മൈനസ് 24x സ്ക്വയർ പ്ലസ് 35x സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ എക്സിൻ്റെയും വി ഓഫ് എക്സിൻ്റെയും റിലേഷൻ പറയുന്നതും ഈ ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും.
Question. From the four corners of a rectangle, small squares of the same size are cut off and the tabs are raised up to make a box as in the picture below. Compute V of 1 by 2, V of 1 and V of 1, 1 by 2. ഇപ്പോൾ ഇത് നമ്മൾ മുമ്പ് നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വോളിയം ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി വോളിയം ഓഫ് അതായത് വി ഓഫ് 1 by 2 കണ്ടുപിടിക്കണം. അതുപോലെ വി ഓഫ് 1 കാണണം. അതുപോലെ വി ഓഫ് 1, 1 by 2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആൻസർ അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ മുമ്പത്തെ ഇക്വേഷൻ അറിയാം. വി ഓഫ് എക്സ് ഈക്വൽ ടു 7 മൈനസ് 2x ഇൻറ്റു 5 മൈനസ് 2x ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്ത് ഹാഫ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 2 ഇൻറ്റു ഹാഫ് 5 മൈനസ് 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ്. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി 1 ആണുള്ളത്. 7 മൈനസ് 1 ഇവിടെയും ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി 1 ആണുള്ളത്. 5 മൈനസ് 1 ഇൻറ്റു ഹാഫ്. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 1 പറയുന്നത് 6, 5 മൈനസ് 1 പറയുന്നത് 4 ഇൻറ്റു ഹാഫ്. ഈ 2ഉം അതുപോലെ ഈ 4 നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. 6 ഇൻറ്റു 2 പറയുന്നത് 12 ഇൻറ്റു 1 പറയുന്നത് 12 ആണ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വി ഓഫ് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 ഇടാം. 7 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ 7 മൈനസ് 2 ഇൻറ്റു 1 പറയുന്നത് 2 ആണ്. അപ്പോൾ 7 മൈനസ് 2 ഇൻറ്റു 1 പറയുന്നത് 2 ആണ്. അപ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 1. 7 മൈനസ് 2 പറയുന്നത് 5 ആണ്. 5 മൈനസ് 2 പറയുന്നത് 3 ആണ് ഇൻറ്റു 1. അപ്പോൾ 5 ഇൻറ്റു 3 ഇൻറ്റു 1 കിട്ടും ഈക്വൽ ടു 15. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വി ഓഫ് 1 by 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 2 ഇൻറ്റു 1, 1 by 2 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 1, 1 by 2 ഇൻറ്റു 1, 1 by 2. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 3. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ആണ് കിട്ടുന്നത്. 5 മൈനസ് ഇതും സെയിം വാല്യൂ തന്നെയാണ് 3 കിട്ടും ഇൻറ്റു 1, 1 by 2. അതായത് 1 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ 2 പ്ലസ് 1 3 ആണ്. 3 by 2 ആണ് ഇവിടെ വരാം. ഇപ്പോൾ 2ഉം 2ഉം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 3 ആണ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഈ 7 മൈനസ് 3 പറഞ്ഞാൽ 4 ആണ്. അതുപോലെ 5 മൈനസ് 3 പറയുന്നത് 2 ആണ്. 1, 1 by 2 അതങ്ങനെ തന്നെ എഴുതി. അതായത് 1, 1 by 2 ആണ്. 3 by 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 ഇൻറ്റു 3 by 2 ഈക്വൽ ടു ഈ 2ഉം 2ഉം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 ഇൻറ്റു 3 12 ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ. Consider all rectangles that can be made with a rope of length 1 meter. ഇപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള റോപ്പും കൊണ്ട് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാമെന്ന് തൽക്കാലം കൺസിഡർ ചെയ്യാം. Denote the length of one side as x centimeter and the area enclosed by the rope are ax square centimeter. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് പറയുന്നത് എക്സ് സെൻറ്റിമീറ്ററും അതുപോലെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ സെൻറ്റിമീറ്ററുമായിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ചോദ്യത്തിൽ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എ എക്സ് ആസ് ആൻ ഇക്വേഷൻ. അപ്പോൾ എക്സിൻ്റെയും എ എക്സിൻ്റെയും റിലേഷൻ ഇക്വേഷനായിട്ട് എഴുതാം. സെക്കൻഡ് വൺ. വൈ ആർ എ ഓഫ് 10 ആൻഡ് എ ഓഫ് 40 ദ സെയിം നമ്പർ. എ ഓഫ് 10 ചെയ്താലും എ ഓഫ് 40 ചെയ്താലും എന്തുകൊണ്ടാണ് സെയിം നമ്പർ തന്നെ കിട്ടുന്നത്. തേർഡ് വൺ. ടു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് എ ഓഫ് എക്സ് വെൻ എക്സ് ഈസ് ടേക്കൺ ആസ് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് വാട്ട് ഷുഡ് ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ്. അതായത് എ ഓഫ് എക്സ് സെയിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ വി ക്യാൻ മേക്ക് മെനി റെക്റ്റാങ്കിൾസ് വിത്ത് 1 മീറ്റർ ലോങ് റോപ്പ് ഹാവിങ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതായത് ഡിഫറെൻറ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള റെക്റ്റാങ്കിൾസ് വന്നിട്ട് 1 മീറ്റർ ലോങ് ഉള്ള റോപ്പിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫുൾ പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 2 ബ്രെഡ്ത്തും 2 ലെങ്ത്തും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. റോപ്പിൻ്റെ മൊത്തം ലെങ്ത്ത് 1 മീറ്റർ തന്നിട്ടുണ്ട്. 1 മീറ്റർ പറഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും പറഞ്ഞിട്ട് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് മൊത്തം ചുറ്റളവാണ് ആ ഒരു റോപ്പിൻ്റെ. അത് 1 മീറ്റർ എന്ന് നമുക്ക് അറിയാം. അതിന് നമ്മൾ 100 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ഇനി ഫസ്റ്റത്തെ ചോദ്യം നോക്കാം.
എക്സിൻ്റെയും എ എക്സിൻ്റെയും റിലേഷൻ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാണ്. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം, അതുപോലെ ബ്രെഡ്ത്ത് പറയുന്നത് 50 മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ്. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 50 എക്സ് മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ എക്സിൻ്റെയും എ എക്സും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് എ ഓഫ് എക്സ് ഈക്വൽ ടു 50 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമുക്ക് അറിയാം ഏരിയ പറയുന്നത് എ ഓഫ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അപ്പോൾ എ ഓഫ് എക്സ് ഈക്വൽ ടു 50 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് എ ഓഫ് എക്സിൻ്റെയും എക്സിൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എ ഓഫ് 10ഉം എ ഓഫ് 40യും എന്തും കൊണ്ട് സെയിം നമ്പർ വന്നതാണ്. അപ്പോൾ എ ഓഫ് 10 നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എ ഓഫ് 10 ഏതിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു എ ഓഫ് എക്സ് ഈക്വൽ ടു 50 എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന ഇക്വേഷനിലാണ് ഇടേണ്ടത്. അപ്പോൾ എ ഓഫ് 10 പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 10 ഇടാം. 10 ഇൻറ്റു 50 മൈനസ് 10, അതായത് നമ്മൾ ഇതിൽ നിന്ന് 50 എക്സ് മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ അങ്ങനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇവിടെ വാല്യൂസ് ഇട്ടിരിക്കുന്നത്. അത് 10 ഇൻറ്റു 50 മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ 50 മൈനസ് 10 പറയുന്നത് 40 ആണ്. 10 ഇൻറ്റു 40 ഈക്വൽ ടു 400 കിട്ടി. നെക്സ്റ്റ് 40 ആണ് എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 40 ഇൻറ്റു 50 മൈനസ് 40 ഈക്വൽ ടു 40 ഇൻറ്റു 10 ഈക്വൽ ടു 400. അപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസും 400 ആണ്, എ ഓഫ് 10നും എ ഓഫ് 40നും കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 10 ആൻഡ് എക്സ് ഈക്വൽ ടു 40, എക്സ് 10 ആകുമ്പോഴും അതുപോലെ എക്സ് 40 ആകുമ്പോൾ ദ റെക്ടാങ്കിൾസ് ഗോട്ട് ആർ ദ സെയിം. അപ്പോൾ റെക്ടാങ്കിൾസ് കിട്ടുന്നത് സെയിം ആണ്. സോ ദെയർ ഏരിയാസ് ആർ ഈക്വൽ. അതുകൊണ്ട് അവരുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ എക്സിന് രണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എ ഓഫ് എക്സിൻ്റെ വാല്യൂ സെയിം ആയിട്ട് വരും. അപ്പോൾ ആ ഒരു എക്സ് വാല്യൂസിന് റിലേഷൻ എന്താണെന്നും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇപ്പം നേരത്തെ നമ്മൾ ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ എക്സിന് 10ഉം 40 ആക്കി എടുത്തപ്പോൾ അതിൻ്റെ ഏരിയ 400 ആയി കിട്ടി. ഇനി അതുപോലെ വേറെ രണ്ട് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എക്സിന് 15ഉം 35ഉം അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എ ഓഫ് 15 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ് ആണ് ഇക്വേഷൻ മാറി വരിക. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എ 15 equal to 15 into 50 minus 15, that's equal to 15 into 35 equal to 525. A of 35 equal to 35 into 50 minus 35, that's equal to 35 into 15 equal to 525. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 0ൻ്റെയും 15ൻ്റെയും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ എക്സ് വാല്യൂ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: In each of the problems below, check whether the relation between the specified measurement is a polynomial. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് തരും. അതിൻ്റെ ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സിൻ്റെ റിലേഷൻ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസേർഷൻ്റെ റീസണും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ പാർക്ക് ആൻഡ് ദ ഏരിയ ഓഫ് 1 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് ഇറ്റ്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ പാത്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള 1 മീറ്റർ പാത്തുണ്ട്, അതിൻ്റെ ഏരിയയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. അസ്യൂം വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഗ്രൗണ്ട് ബി എക്സ് മീറ്റർ. അപ്പോൾ സ്ക്വയർ പാർക്കിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇഫ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ പാത്ത് ഈസ് 1 മീറ്റർ, അതായത് ആ ഒരു ചുറ്റുമുള്ള പാത്തിൻ്റെ ബ്രെഡ്ത്ത് പറയുന്നത് 1 ആണെങ്കിൽ 1 സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഇൻക്ലൂഡിങ് പാത്ത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എക്സ് ആയിട്ട് എടുത്തു, അതുപോലെ ഇതിൻ്റെ ബ്രെഡ്ത്ത് പറയുന്നത് 1 ആയിട്ട് എടുത്തു. ബ്രെഡ്ത്ത് പറയുമ്പോൾ ഇതും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ്, ഈ പാത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? ഇത് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ്
E1 x plus E1. അതായത് x plus 1 plus 1 കിട്ടും ഈക്വൽ ടു x plus 2 മീറ്റർ ആണ് അവിടെ കിട്ടുന്നത്. ഇനി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ഇൻക്ലൂഡിങ് ദ പാത്ത്. നമ്മുടെ ഈ ഗ്രൗണ്ടും ഈ പാത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ പറയുന്നത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഒരു ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് ടു എന്ന്. അപ്പോൾ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 സ്ക്വയർ. ഇത് 2 സ്ക്വയർ ആണ്, 22 അല്ല. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കറിയാം ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ. നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ആണ്, അതായത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഏരിയയും കിട്ടി, അതുപോലെ പാത്ത് ഉൾപ്പെടെയുള്ള ആ ഒരു പാർക്കിൻ്റെ ഏരിയയും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഈ പാത്തിൻ്റെ ഏരിയ മാത്രമാണ്. അപ്പോൾ ഫുൾ സ്ക്വയറും ഈ സ്ക്വയർ പാർക്കും പാത്തും ഉൾപ്പെടെയുള്ള ഏരിയയിൽ നിന്ന് ഈ സ്ക്വയർ പാർക്കിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് പാത്തിൻ്റെ ഏരിയ കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏരിയ ഓഫ് പാത്ത് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 മൈനസ് എക്സ് സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 4x പ്ലസ് 4. ഈ എക്സ് സ്ക്വയറും ഈ മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വരുന്നത് 4x പ്ലസ് 4 ആണ്. അപ്പോൾ 4x പ്ലസ് 4 പറയുന്നത് ഒരു പോളിനോമിയൽ ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത് എക്സ്പോണൻറ്റ് ഓഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അതായത് എക്സിൻ്റെ എക്സ്പോണൻഷ്യൽ എപ്പോഴും ഒരു നാച്ചുറൽ നമ്പറിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു പോളിനോമിയൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ക്വസ്റ്റ്യൻ: ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ചെക്ക് വെദർ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പെസിഫൈഡ് മെഷർമെൻറ്റ്സ് ഈസ് എ പോളിനോമിയൽ. ഗിവ് റീസൺസ് ഫോർ യർ അസെഷൻസ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ആസിഡ് added to a mixture of 3 liters of acid and 7 liters of water and the change in the percentage of acid in the mixture. അതായത് നമ്മൾക്ക് ഒരു 3 liters of ആസിഡും 7 liters of വാട്ടറിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ട്. അതിൽ കൂടെ ആഡ് ചെയ്യുന്ന ആസിഡിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആസിഡിൻ്റെ പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: നമുക്കറിയാം വോളിയം ഓഫ് വാട്ടർ പറയുന്നത് 7 liters ആണ്. ഒറിജിനൽ മിക്സ്ചറിൽ വോളിയം ഓഫ് വാട്ടർ വന്ന് 7 liters ആണ്. അതുപോലെ വോളിയം ഓഫ് ആസിഡ് ഇൻ ദ ഒറിജിനൽ മിക്സ്ചർ വരുന്നത് 3 liters ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം പറയുന്നത് 7 + 3 = 10 liters ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കാം, 10 ലിറ്ററിൽ 3 ലിറ്ററും ആസിഡ് ആണ്. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 3 part out of 10 is acid. So it can be written as 3/10. Therefore percentage of acid equal to 3/10 into 100. അപ്പോൾ നമ്മൾ 30% ആണ് ആസിഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നത്. ലെറ്റ് ദ വോളിയം ഓഫ് മോർ ആസിഡ് ആഡഡ് ടു ഇറ്റ് ബി എക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒറിജിനൽ മിക്സ്ചറിനോട്ട് എത്ര ആസിഡ് ആഡ് ചെയ്യുന്നു അതിന് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കാം. എക്സ് ആക്കി കഴിഞ്ഞാൽ വോളിയം ഓഫ് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ മിക്സ്ചറിലുള്ള ആസിഡിൻ്റെ വോളിയം എന്തായിരിക്കും, ഈ 3 + x ആയിരിക്കും. ടോട്ടൽ വോളിയം ഓഫ് ദ മിക്സ്ചർ ഈക്വൽ ടു 10 + x. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ ടോട്ടൽ വോളിയം പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത എക്സ് വാല്യൂം കൂടി കൂട്ടിയിട്ട് 10 + x ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഓഫ് ആസിഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ആഡ് ചെയ്ത മിക്സ്ചറിൻ്റെ പെർസെൻറ്റേജ് ആസിഡ് പറയുന്നത് 3 + x / 10 + x × 100 ആണ്. അപ്പോൾ ഇത് ഒരു പോളിനോമിയൽ ആവില്ല. റീസൺ പറഞ്ഞിട്ട് എക്സ് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിലും എക്സ് വരുന്നത് കൊണ്ട് ഇതൊരു പോളിനോമിയൽ ആവാൻ സാധ്യതയില്ല. ക്വസ്റ്റ്യൻ: ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ചെക്ക് വെദർ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പെസിഫൈഡ് മെഷർമെൻറ്റ്സ് ഈസ് എ പോളിനോമിയൽ. ഗിവ് റീസൺസ് ഫോർ അസെഷൻസ്. ഇതും നേരത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് 2 poles of height 3 meters and 4 meters stand 5 meters apart. നമുക്ക് 2 പോൾസ് ഉണ്ട്. ഒന്ന് 3 മീറ്ററും അതുപോലെ 4 മീറ്ററും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 5 മീറ്റർ ആണ്. A rope is to be stretched from the top of one post to some point on the ground and then stretched to the top of the other pole. അപ്പോൾ
ഒരു പോളിൻ്റെ ടോപ്പിൽ നിന്നും ഒരു റോപ്പ് സ്ട്രെച്ച് ചെയ്ത് ഗ്രൗണ്ടിൻ്റെ ഒരു പോയിന്റിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ആ പോയിന്റിൽ നിന്നും മറ്റൊരു പോളിൻ്റെ അറ്റത്തേക്ക് ആ റോപ്പ് കെട്ടിയിട്ടുണ്ട്. The distance from the foot of one pole to the point on the ground where the rope is fixed and the total length of the rope. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് നമ്മുടെ പോളിൻ്റെ ഫൂട്ടും അതുപോലെ റോപ്പ് ഗ്രൗണ്ടിൽ കെട്ടിയിരിക്കുന്ന പോയിന്റും അതും പ്ലസ് ആ റോപ്പിൻ്റെ ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഈ റോപ്പിൻ്റെ ലെങ്ത്ത് തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ബി സി പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നെയിം കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റ് പോൾ പറയുന്നത് എ പിയും രണ്ടാമത്തെ പോളിന് സി ഡിയും കൊടുത്തു. പിന്നെ നമ്മൾ ആ ഒരു റോപ്പ് ടൈ ചെയ്യുന്ന സ്പേസിന് ഈ പോയിന്റിന് ഇ എന്നും കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ അറിയാം, ബി സി പറയുന്നത് 5 മീറ്റർ ആണെന്ന് അറിയാം. കൺസിഡർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പോൾ ബി എ ടു ദ പോയിന്റ് വെർ ദ റോപ്പ് ഈസ് ഫിക്സഡ് ഓൺ ദ ഗ്രൗണ്ട് ബി എക്സ് മീറ്റർ. അതായത് നമ്മൾ ഏഴിൽ നിന്നും റോപ്പ് ഗ്രൗണ്ടിൻ്റെ ഒരു പോയിന്റിൽ കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ പോളിൻ്റെ ഫൂട്ട് അതായത് ബിയിൽ നിന്നും ഇയിലേക്കുള്ള ദൂരം പറയുന്നത് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇ മുതൽ സി വരെയുള്ള ദൂരം 5 - x ആണ്. ടോട്ടൽ 5 ആണ്. 5 ഇതോട്ട് ഇതുവരെ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 5 - x ആയിരിക്കും. അപ്പോൾ ബി ഇ പറയുന്നത് എക്സ് ആണ്. അതുപോലെ ഇ സി പറയുന്നത് 5 - x മീറ്റർ ആണ് വരുന്നത്. ലെങ്ത് ഓഫ് ദ റോപ്പ് പറയുന്നത് എ ഇ പ്ലസ് ഇ ഡി ആണ്. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ ബി ഇ. അപ്പോൾ എ ബി ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എ ഇ കണ്ടുപിടിക്കാം പൈത്തഗോറസ് തിയറം വെച്ചിട്ട്. അപ്പോൾ എ ഇ സ്ക്വയർ ഈക്വൽ ടു ഇത് നമുക്ക് 3 മീറ്റർ തന്നിട്ടുണ്ട്. 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ എ ഇ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഇ സി ഡി. ഇ സി ഡിയിൽ നിന്ന് നമുക്ക് ഇ ഡി കണ്ടുപിടിക്കാം. ഇ ഡി സ്ക്വയർ ഈക്വൽ ടു 5 - x ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് ഈക്വൽ ടു 5 - x സ്ക്വയർ പ്ലസ് 16. അപ്പോൾ ഇ ഡി പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 5 - x സ്ക്വയർ പ്ലസ് 16 ആണ് വരിക. ഇനി റോപ്പിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. എ ഇ പ്ലസ് ഇ ഡി ആണ്. നമുക്ക് എ ഇയും അതുപോലെ ഇ ഡിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 - x ഹോൾ സ്ക്വയർ പ്ലസ് 16 ദാറ്റ്സ് വിച്ച് ഈസ് നോട്ട് എ പോളിനോമിയൽ. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ല. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഈസ് ടേക്കൺ ഇൻ. ഇതിനകത്ത് എക്സ് സ്ക്വയർ റൂട്ട് വരുന്നത് എക്സിൻ്റെ സ്ക്വയർ റൂട്ട് വരുന്നത് കൊണ്ട് ഇത് പോളിനോമിയൽ അല്ല. ക്വസ്റ്റ്യൻ റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ആസ് എൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ചെക്ക് വിച്ച് ഓഫ് ദം ആർ പോളിനോമിയൽ ഗിവിംഗ് റീസൺസ്. നമുക്ക് താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഓപ്പറേഷൻസിനെയും നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുള്ള റീസണും പറയണം. അല്ല, ആദ്യത്തെ പറയുന്നത് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ആണ്. ഒരു നമ്പറിൻ്റെ സമ്മും അതിൻ്റെ റെസിപ്രോക്കലും. രണ്ടാമത് പറയുന്നത് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. മൂന്നാമത് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് എ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ആൻഡ് ദ നമ്പർ. അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ഓപ്പറേഷൻ നോക്കാം. അതിനകത്ത് സം ഓഫ് എ നമ്പറും ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്പർ പറയുന്നത് എക്സ് ആക്കി എടുക്കാം. അതിൻ്റെ റെസിപ്രോക്കൽ പറയുന്നത് 1/x ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും? എക്സ് പ്ലസ് 1/x ആയിരിക്കും. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ല. കാരണം വന്നിട്ട് എക്സിൻ്റെ റെസിപ്രോക്കൽ ഇവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. ഇനി നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷനിലോട്ട് പോവാം. അത് പറയുന്നത് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ നമ്പർ പറയുന്നത് നമ്മൾ എക്സ് ആക്കി എടുക്കാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും? എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇതും ഒരു പോളിനോമിയൽ അല്ല. കാരണം ഇവിടെ എക്സിൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഈ തേർഡ് വൺ നോക്കാം. അവിടെ നമുക്ക് എന്താണ് പറയുന്നത്? നമ്പർ എക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മും കാണണം, അതുപോലെ ഡിഫറൻസും കാണണം. അപ്പോൾ സം ഓഫ് ദ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ റൂട്ട് പറയുന്നത് എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ്.
ഡിഫറൻസ് ഓഫ് ദ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ റൂട്ട് പറയുന്നത് എക്സ് മൈനസ് റൂട്ട് എക്സ് ആണ്. നമുക്ക് തേർഡിൽ പറയുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രൊഡക്റ്റും കൂടെ കാണാം. അതായത് പ്രൊഡക്റ്റ് ഈക്വൽ ടു x plus root x into x minus root x. That's equal to x square minus x root x plus x root x minus root x into root x. That's equal to x square minus x. അപ്പോൾ ഇത് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പറയുന്നത് പോളിനോമിയൽ ആണ്. റീസൺ ദ എക്സ്പോണൻസ് ആർ നാച്ചുറൽ നമ്പർ. എക്സ്പോണൻസ് ഒക്കെ പറയുന്നത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആയി. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ക്വസ്റ്റ്യൻ: ഫോർ ഈച്ച് ഓഫ് ദ പോളിനോമിയൽ പി എക്സ് ഗിവൺ ബിലോ കമ്പ്യൂട്ട് പി ഓഫ് 1 ആൻഡ് പി ഓഫ് 10. തന്നിരിക്കുന്ന ഓരോ പോളിനോമിയലിനും പി ഓഫ് 1ഉം പി ഓഫ് 10ഉം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അല്ല, ആദ്യത്തെ വൺ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. മൂന്നാമത്തെ പി ഓഫ് എക്സ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 7. അപ്പോൾ ഫസ്റ്റ് പി ഓഫ് പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. അതിൽ പി ഓഫ് 1 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ മതി. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 ആണ്. 5 2 പ്ലസ് 5 7. ഇനി പി ഓഫ് 10 കണ്ടുപിടിക്കുന്നത് 2 ഇൻറ്റു 10 പ്ലസ് 5 ഈക്വൽ ടു 2 ഇൻറ്റു 10 20 ആണ്. പ്ലസ് 5 ഈക്വൽ 25. നെക്സ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 ആണ്. അതിൽ പി ഓഫ് 1 ഇട്ട് കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 1. 3 ഇൻറ്റു 1 സ്ക്വയർ പറയുന്നത് 3 ആണ്. 6 ഇൻറ്റു 1 പറയുന്നത് 6 ആണ്. പ്ലസ് 1. ഇപ്പോൾ 3 പ്ലസ് 6 9 പ്ലസ് 1 10. ഞങ്ങൾക്ക് പി ഓഫ് 10 ആണ് കണ്ടുപിടിക്കാൻ വന്നത്. 3 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 1. 3 ഇൻറ്റു 10 സ്ക്വയർ പറയുന്നത് 300 ആണ്. 6 ഇൻറ്റു 10 പറയുന്നത് 60 ആണ്. പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 361. ഇനി മൂന്നാമത് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 7. ഇപ്പോൾ പി ഓഫ് 1 പറയുന്നത് 4 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 7 ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 7. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. ഇനി പി ഓഫ് 10 പറയുന്നത് 10 ഈക്വൽ ടു 4 ഇൻറ്റു 10 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 10 പ്ലസ് 7. 4 ഇൻറ്റു 10 ക്യൂബ് പറയുന്നത് 4000 ആണ്. 2 ഇൻറ്റു 10 സ്ക്വയർ പറയുന്നത് 200 ആണ്. 3 ഇൻറ്റു 10 പറയുന്നത് 30 പ്ലസ് 7. അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4237 കിട്ടും. ക്വസ്റ്റ്യൻ: ഫോർ ഈച്ച് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഗിവൺ ബിലോ കമ്പ്യൂട്ട് P0 P1 ആൻഡ് പി ഓഫ് മൈനസ് 1. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽസിൽ പി ഓഫ് 0 പി ഓഫ് 1 പി ഓഫ് മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 5 ആണ്. അപ്പോൾ ഇതിനാദ്യം പി ഓഫ് 0 കണ്ടുപിടിക്കാം. അത് 3 ഇൻറ്റു 0 പ്ലസ് 5 ഈക്വൽ ടു 0 പ്ലസ് 5 5. രണ്ടാമത് പറഞ്ഞത് പി ഓഫ് 1 ആണ്. അതിൽ 3 ഇൻറ്റു 1 പ്ലസ് 5 ചെയ്തു. 3 ഇൻറ്റു 1 3 പ്ലസ് 5 8 ആണ് കിട്ടുന്നത്. രണ്ടാമത് പി ഓഫ് മൈനസ് 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 5 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 5 പ്ലസ് 3 ആണ്. മൈനസ് 3 പ്ലസ് 5. അപ്പോൾ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ് ഉള്ളത്. അപ്പോൾ 5ൽ നിന്നും 3 മൈനസ് ചെയ്ത് 2 കിട്ടി. എന്നിട്ട് വലിയ നമ്പർ 5 ആണ്. 5ൻ്റെ സൈൻ ഇടുക, അത് പ്ലസ് 2. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 8 ആണ്. അപ്പോൾ അതിലാദ്യം പി ഓഫ് 0 കണ്ടുപിടിക്കാം. 5 ഇൻറ്റു 0 മൈനസ് 8 ദാറ്റ്സ് ഈക്വൽ ടു 5 ഇൻറ്റു 0 0 ആണ്. മൈനസ് 8 ആൻസർ. പി ഓഫ് 1 5 ഇൻറ്റു 1 മൈനസ് 8 ഈക്വൽ ടു, അതായത് 5 ഇൻറ്റു 1 പറയുന്നത് 5 ആണ്. 5 മൈനസ് 8 പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ 8 മൈനസ് 5 3 ആണ്. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ് ഇവിടെ ഇടുന്നത്. നെക്സ്റ്റ് വരുന്നത് പി ഓഫ് മൈനസ് 1 ആണ്. അപ്പോൾ 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 8 ആണ്. അപ്പോൾ 5 ഇൻറ്റു മൈനസ് 1 പറയുന്നത് മൈനസ് 5 ആണ്. മൈനസ് 5 മൈനസ് 8 പറയുമ്പോൾ രണ്ടിൻ്റെയും സൈന് സെയിം ആയതുകൊണ്ട് അതിനെ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ തന്നെ ഇടാം. അപ്പോൾ 5 പ്ലസ് 8 പറയുന്നത് 13 ആണ്. അപ്പോൾ മൈനസ് 13. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 ആണ്. അപ്പോൾ അതിൽ പി ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യാം. 3 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 0 പ്ലസ് 1. 3 ഇൻറ്റു 0 സ്ക്വയർ 0 ആണ്. 6 ഇൻറ്റു 0 0 ആണ്. പ്ലസ് 1 ആണുള്ളത്. അപ്പോൾ പി ഓഫ് 0 പറയുന്നത് 1 ആണ്. ഇനി പി ഓഫ് 1 കണ്ടുപിടിക്കാം. 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 1 ആണ്. 3 ഇൻറ്റു 1 സ്ക്വയർ 3 ആണ്. 6 ഇൻറ്റു 1 6 ആണ്. പ്ലസ് 1. അപ്പോൾ 3 പ്ലസ് 6 9 പ്ലസ് 1 10. ഇനി പി ഓഫ് മൈനസ് 1 കണ്ടുപിടിക്കാം. 3 ഇൻറ്റു മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1. 3 ഇൻറ്റു മൈനസ് 1 ഹോൾ സ്ക്വയർ പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 3
ഇൻറ്റു 6 ഇൻറ്റു -1 എന്ന് പറയുന്നത് -6 ആണ്, +1 ഈക്വൽ ടു 3 - 6 +1 എന്ന് പറയുമ്പോൾ 4 - 6. അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്തു, 3 + 1 ആഡ് ചെയ്തു, 4 - 6. അതിന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം. അത് 6 - 4 ചെയ്യാം, 2 കിട്ടും. എന്നിട്ട് വലിയ നമ്പറുടെ സൈൻ ഇടാം. വലിയ നമ്പർ വരുന്നത് മൈനസ് ആണ്, ആ മൈനസ് അവിടെ ഇട്ടു, -2 ആണ് ആൻസർ. Question: For each of the polynomial p of x given below, compute p0, p1 and p-1. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പോളിനോമിയൽസിന് p of 0, p of 1, p of -1 കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് p of x = 2x² - 5x + 3 ആണ്. അപ്പോൾ ഇതിൽ p of 0, 1 കണ്ടുപിടിക്കാം. p of 0 പറയുന്നത് 2 × 0² - 5 × 0 + 3. അപ്പോൾ 2 × 0² പറയുമ്പോൾ 0 ആണ്, 5 × 0 0 ആണ്, ബാക്കിയുള്ളത് +3. p of 1 = 2 × 1², അത് 2 ആണ്, -5 × 1 പറയുന്നത് -5 + 3 പറയുന്നത് +3 കിട്ടും. ഇനി 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക, 5 - 5 0 ആണ്. ഇനി p of -1 കണ്ടുപിടിക്കാൻ പോകുന്നത് 2 × -1² - 5 × -1 + 3. അപ്പോൾ 2 × -1² പറയുന്നത് ഇത് പ്ലസ് ആവും, അപ്പോൾ 2, -5 × -1 പറയുമ്പോൾ അത് +5 ആയി, +3. അപ്പോൾ 2 + 5 7 + 3 10. ഇനി വരുന്നത് p of x = ax³ + bx² + cx + d ആണ്. p of 0 പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇടണം. അപ്പോൾ ഇത് 0 ആയി, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ടാൽ ഇതും 0 ആയി, ഇതും 0 ആയി, ബാലൻസ് ആണുള്ളത് d. അതാണ് ഇവിടെ എഴുതുന്നത്. ഇനി p of 1 = ഇപ്പോൾ ഇതൊക്കെ 1 ആവുന്ന സമയത്ത് a, b, c, d ആണ് ആൻസർ ആയി വരുന്നത്. ഇനി p of -1 കണ്ടുപിടിക്കുക. അതായത് a × -1³ + b × -1² + c × -1 + d ഈക്വൽ ടു a × -1³ പറയുന്നത് -1 ആണ്. അപ്പോൾ -1 × a -a, -1² പറയുന്നത് പ്ലസ് ആണ്, +1 × b + b, പിന്നെ c × -1 ആണ്, അപ്പോൾ -c + d. നെക്സ്റ്റ് നമ്മൾ p of x that's equal to -a + b - c + d. നെക്സ്റ്റ് p of x = 4x³ + 2x² + 2x + 7 ആണ്. അപ്പോൾ p of 0 ആദ്യം കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0 ഇടാം. 4 × 0³ + 2 × 0² + 3 × 0 + 7. അപ്പോൾ ഇതെല്ലാം 0 ആണ്, 7 മാത്രമാണ് ബാലൻസ് ഉള്ളത്. that's equal to 7. ഇനി p of 1 കണ്ടുപിടിക്കാം. 4 × 1³ + 2 × 1² + 3 × 1 + 7. അപ്പോൾ 4 × 1 എന്താണ്? 4 ആണ്, 2 × 1 2, 3 × 1 3 + 7. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 വരും. ഇനി p of -1 കണ്ടുപിടിക്കാം. 4 × -1³ + 2 × -1² + 3 × -1 + 7. അപ്പോൾ 4 × -1³ പറയുമ്പോൾ -4 ആണ്, 2 × -1² പറയുമ്പോൾ +2 ആണ്, 3 × -7 പറയുമ്പോൾ -3 ആണ്, +7. അപ്പോൾ മൈനസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം, അതുപോലെ പ്ലസും പ്ലസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ 2 + 7 പറയുന്നത് +9 ആണ്, -4ഉം -3യും പറയുന്നത് -7 ആണ്. 9 - 7 = 2. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.